നമസ്കാരം. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുമോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോഴും ലോകം. അതിനിടയിലാണ് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്ത ദിവസം ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം വിശദമായ കൂടിക്കാഴ്ചകൾ നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നവർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും ഇക്കാര്യത്തിലൊക്കെ ആത്മവിശ്വാസം തീരെ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇറാൻ പോറ്റി വളർത്തുന്ന തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളയും ഹമാസും വീണ്ടും തലവെക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നേരെ നടത്തിയിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആക്രമണങ്ങളിലൊന്ന് ഗാസയിൽ നടന്നതാണ്. ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഒരു കൂറ്റൻ തുരങ്കം അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 3 ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ തുരങ്കത്തിനുള്ളിൽ 3 വലിയ വീടുകൾ. ഈ വീട്ടിൽ ആൾപ്പാർപ്പില്ലായിരുന്നു. പക്ഷേ ഈ 3 വീടുകളിലും നിറയെ ആയുധങ്ങൾ അവർ സംഭരിച്ചിരുന്നു. ഗ്രനേഡുകളും മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടെയുള്ള എല്ലാവിധ ആയുധങ്ങളും ഹമാസ് തീവ്രവാദികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ പിന്നീട് നശിപ്പിച്ച് കളയുകയായിരുന്നു. ഒരുപക്ഷേ ഇസ്രായേൽ സൈന്യം എത്തുന്നത് കണ്ടവർ ഹമാസ് തീവ്രവാദികൾ ഓടി രക്ഷപ്പെട്ടതാണോ, അതോ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികൾ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണോ എന്നുള്ള കാര്യം ഇനി നിശ്ചയമില്ല. എങ്കിൽ പോലും അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന വിമാനങ്ങൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധപ്പുരകളും അവരുടെ മിസൈൽ ലോഞ്ചറുകളുമൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി വിദഗ്ധന്മാരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്നാണ് ഹിസ്ബുള്ള തീവ്രവാദ സംഘടന അവിടെ പുനർനിർമ്മാണ പ്രക്രിയകൾ നടത്തിയിരുന്നത്. ഏതായാലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന ഒരു എഞ്ചിനീയർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. അതായത് ഹിസ്ബുള്ളയും ഹമാസും വീണ്ടും ശക്തി പ്രാപിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചിരുന്നു. ഈ 2 തീവ്രവാദ സംഘടനകൾക്കും ഇപ്പോൾ ഒരു കൃത്യമായ നേതാവില്ല എങ്കിൽ പോലും പരമാവധി ഇസ്രായേലുമായി വീണ്ടും ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തുന്നത്. ഒരുപക്ഷേ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഇതിനെ മുതലെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ 2 തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടുത്തെ ഹമാസിൻ്റെ തുരങ്കങ്ങൾ തന്നെയാണ്. എത്രയോ വർഷങ്ങളെടുത്താണ് ഹമാസ് തീവ്രവാദികളുടെ തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഈ തുരങ്കങ്ങളിൽ കാൽഭാഗം മാത്രമാണ് ഇപ്പോഴും നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ബാക്കി തുരങ്കങ്ങളിൽ ഈ ഹമാസ് തീവ്രവാദികൾ പലരും ഒളിച്ചിരിപ്പുണ്ടോ, അവിടെ ആയുധ സംഭരണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു കൂറ്റൻ തുരങ്കം കണ്ടെത്തിയത്. നേരത്തെയും ഹമാസ് തീവ്രവാദികൾ ആളുകളെ തട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിരുന്ന തുരങ്കങ്ങൾ പലതും പിന്നീട് ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും ആ തുരങ്കങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന് ഒരു ഭീഷണി തന്നെയാണ്. ഈ തുരങ്കങ്ങൾ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അമേരിക്കയുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പല തുരങ്കങ്ങളും ഇസ്രായേൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ കണ്ടെത്തിയ തുരങ്കങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ഇസ്രായേൽ സംഘം എത്തിയിട്ടുള്ളത്. ഹിസ്ബുള്ളയുമായുള്ള സമാധാന കരാർ ഇസ്രായേൽ ലംഘിച്ചു എന്ന് ലെബനനും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ആരോപിക്കുമ്പോഴും ഇപ്പോഴും അവിടെ തീവ്രവാദി കേന്ദ്രങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ അവർ ആക്രമിക്കുമെന്നുള്ള ഏതാണ്ട് ഉറപ്പായ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാനിലുണ്ടായ സ്ഫോടന സംഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സ്വാഭാവികമായും കരുതേണ്ടിയും വരും. ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പരിപൂർണമായ നാശം ഉറപ്പാക്കുക എന്നുള്ള കാര്യം അദ്ദേഹം ദൃഢനിശ്ചയത്തോട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അമേരിക്ക ആകട്ടെ ഇസ്രായേലിന് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പടക്കപ്പൽ ഇസ്രായേൽ തീരത്തേക്ക് അവർ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന് നേർക്ക് ഇറാനോ അല്ലെങ്കിൽ അവരുടെ ഈ പ്രോക്സി സംഘടനകളോ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ അതിനെ അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിന് ഇത്രയധികം സംരക്ഷണം നൽകുന്നത്. കാരണം അമേരിക്കയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളിയാണ് ഇസ്രായേൽ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി കടമയാണ്. ഏതായാലും ഇസ്രായേൽ ആകട്ടെ ഇപ്പോഴും രണ്ടും കൽപ്പിച്ച് തീവ്രവാദ സംഘടനകളെ അമർച്ച ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ്. ഗാസയിൽ പൊതുവെ സമാധാന അന്തരീക്ഷമാണ് കുറേ നാളുകളായി നിലനിന്നിരുന്നതെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഇസ്രായേൽ സൈന്യം രൂക്ഷമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അവിടെയുള്ള ഈ ഒരു കൂറ്റൻ തുരങ്കം തകർത്ത് തരിപ്പണമാക്കുന്നത്.